സാന്ദ്രലയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ഫീമെയിൽ ആയിട്ടുള്ള ഒരാളാണെന്ന് വളരെ ഈസി ആയിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാനൊരു പുസ്തക പ്രകാശനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് കാണിക്കുന്നത്. എൻ്റെ 2 ചേച്ചിമാരുടെ കഥാസമാഹാരങ്ങൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ാം തീയതി കൂർക്കഞ്ചേരിയിലുള്ള ഈവൻസ് ഹോം എന്നുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 2 പുസ്തകങ്ങൾ പ്രകാശനം നടത്തിയിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങൾ പ്രകാശനം നടത്തിയതിൻ്റെ ചില വീഡിയോ ക്ലിപ്പുകളാണ് ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചേച്ചി പത്മിനി ശശിധരൻ എന്ന ചേച്ചിയുടെ പുസ്തകത്തിൻ്റെ പേര് ഗുന്താപ്പി കൊസ്രാണ്ടൈ. ഗുന്താപ്പി കൊസ്രാണ്ടൈ കുറേ ചെറിയ ചെറിയ കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു കഥാസമാഹാരമാണ്. പിന്നെ ലതിക ഹരിഹരൻ, ആ ചേച്ചിയുടെ ഒരു നോവലാണ് നാടോടി. അപ്പോൾ ഇത് രണ്ടുമാണ് ബുക്സ്. നാടോടി ഇപ്പോൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ അത് തിരിഞ്ഞ് കാണും അല്ലേ. പിന്നെ ഗുന്താപ്പി കൊസ്രാണ്ടൈ, ഇതാണ് ബുക്ക്. ഇതിപ്പോൾ എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല. ക്യാമറ മാറ്റി വെച്ച് ഇങ്ങനെ തിരിച്ച് വെച്ച് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇത് 2 ബുക്കുകളാണ്. ഈ 2 ബുക്കുകളും നമ്മുടെ ചേച്ചിമാരുടെ ബുക്ക് പ്രകാശനം ഇന്നലെ നടത്തി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ശ്രീ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ. പ്രാർത്ഥന ഗാനം എൻ്റെ പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയാണ് പരിപാടി തുടങ്ങിയത്. ആങ്കറിങ് ചെയ്തത് നീലിമ ശശിധരൻ, എൻ്റെ ചേച്ചിയുടെ മകളാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ശ്രീ ഡോക്ടർ ബാലഗോപാൽ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ്. പിന്നെ പുസ്തക പ്രകാശനം നടത്തിയത് 2 പേരാണ്. ഒന്ന് ശ്രീ TN പ്രതാപൻ, നമ്മുടെ മുൻ MP. അദ്ദേഹം പക്ഷേ വരാൻ നേരം വൈകിയിരുന്നു, എങ്കിലും അദ്ദേഹം വേദിയിൽ സന്നിഹിതനായി കുറച്ച് സമയത്തിന് ശേഷം. പിന്നെ ശ്രീ അജയ് ഗോപാൽ, അദ്ദേഹം നല്ലൊരു ഗാനരചയിതാവും സിനിമാ പിന്നണി ഗായകനുമാണ്. പിന്നെ വിശിഷ്ടാതിഥികളായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ കവയത്രി വിജയരാജമല്ലിക, ജെൻഡർ കവയത്രി റോട്ടേറിയൻ ശ്രീമതി വിജയരാജമല്ലിക. പിന്നെ ഒരു കവയത്രി തന്നെ സജന ഷാജഹാൻ. ഇവിടെ തന്നെ വളരെ അടുത്ത ഒരു ചേച്ചി ചന്ദ്രിക ചേച്ചി. ഇവരൊക്കെയാണ് വിശിഷ്ടാതിഥികളായിട്ട് സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മുടെ അവരുടെ സൗഹൃദ വലയത്തിലുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പരിപാടി വളരെ നന്നായിരുന്നു. പായൽ ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബുക്ക് വാങ്ങിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ കാണാം. ഞാൻ എൻ്റെ ക്ലാസ്സുകളും പാട്ടുകളും ഒക്കെയായി ഈ ചാനലിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പരിപാടിയുടെ ചില പ്രധാന ഭാഗങ്ങൾ കാണാം. വളരെ ഹൃദയസ്പർശിയാണ്. അത് നഷ്ടബോധത്തിൻ്റെ വിങ്ങലുകൾ ഓരോ ഹൃദയസ്പന്ദനത്തിലും നിറയ്ക്കുന്ന ഒരു ചെറിയൊരു കഥയായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇതുപോലെ 18 നമ്മൾ ഷോർട്ട് ഫോമിലായിട്ട് വിളിക്കുന്നു. അതും എന്ന് പറയുന്നത് വളരെയധികം ഹൃദയസ്പർശിയാണ്. അതുകൊണ്ട് ഈ കഥ വളരെ അജയ് ഗോപാൽ സാർ നമ്മുടെ അച്ഛനയ്ക്ക് പുസ്തകം കൈമാറാണ്. നമുക്ക് ബുക്ക് ഒന്ന് എല്ലാവർക്കും നാടോടി എന്നാണ് ചരമര പുസ്തകത്തിൻ്റെ പേര്. നാടോടി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ഇത് റിലീസ് ചെയ്ത ആള് തന്നെയാണ് പറയാൻ. അതുകൊണ്ടാണ് പറയാൻ. അതാണ് നമ്മുടെ പുസ്തകം. നമുക്ക് ഓൾറെഡി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ടു ദ ബുക്ക് നമ്മുടെ ഡോക്ടർ ബാലഗോപാലൻ സാർ നമുക്ക് തന്നിട്ടുണ്ട്. ലത ചെറിയമ്മയുടെ പുസ്തകത്തിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അജയൻ സാർ പറഞ്ഞു തരുന്നതായിരിക്കും.
അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ചന്ദ്രബാബു പോൾ. ലയം സാന്ദ്രലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം. രണ്ട് കുഞ്ഞുങ്ങളെ കലാകൈരളിക്ക് വായനക്കാർക്ക് സമ്മാനിച്ച മനോഹരമായ ഒരിടം നൊന്തുപെറ്റ അമ്മമാരുടെ ആലസ്യം നിറഞ്ഞ അനുഭൂതിയൊക്കെ അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെ വെടിക്കെട്ടിന് തിരികൊടുത്തിരിക്കുകയാണ്. ഈ പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓരോ പാട്ടും ഞാനങ്ങനെ ഒരു ഗാനമേള പോലെ പാടാനൊന്നും ഉദ്ദേശിക്കുന്നുമില്ല. ഈ നിത്യഹരിതയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ഈ നിത്യഹരിതയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. അന്നുമെന്നാത്മാവു നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ സന്യാസി. നിപുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ ഇന്നു സന്യാസിനി. ഓ ഏതോ വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ. പനിനീരിലെന്റെ ഹൃദയം നിലാവായ
മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ കൊഴിഞ്ഞ കനവായി സ്വയം ഞാനൊതുങ്ങിടാ അഴകേ അഴകേറുമീ വനാന്തരം മിഴിനീരുമായ്ക്കുമോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഞാൻ ഈ മൈക്ക് മാറ്റി വെച്ച് പാടിയപ്പോൾ എൻ്റെ പക്ഷേ കൃത്യമായിട്ടുള്ള പക്ഷെ 100 പേര് അട്ട് വെച്ച് പാടി ഞാൻ മൈക്കില്ലാതെ സംസാരിക്കുന്നത് മാമാങ്കം തലകുറി കൊണ്ടാടി ഇവയുടെ തീരങ്ങൾ ആവായി. പോരാ ഇതിന് ഒന്ന് താള് ഞാൻ പറഞ്ഞില്ലേ പുസ്തക റിലീസിന് അപ്പുറത്ത് ഞാൻ പുസ്തകം അതൊക്കെ ഇനി നിങ്ങൾ വായിക്കണം പറഞ്ഞു എഴുത്ത് കഴിഞ്ഞു ഇനി വായിച്ച് അതിന്റെ എല്ലാ അർത്ഥതലങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മളാണ്. ഓരോരുത്തരും വായിക്കണം, അത് പ്രചരിപ്പിക്കണം. ഇപ്പോ ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിനെ ഒരു പാട്ടിന്റെ അമ്മ പറഞ്ഞ പോലെ നീ സംസാരിക്കുന്നുണ്ട് 2 പാട്ട് അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അനുബന്ധമായിട്ട് തോന്നിയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ പാടാം, ഇതിന് താളോടുക, കൈയടിക്കാം. മാമാങ്കം തലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ ആവായി. മാമാങ്കം തലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ ആവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരതം പുഴതലറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം തലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ ആവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരതം പുഴതലറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം തലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. അമ്പേന്തി വില്ലേന്തി വാളേന്തിയോ തമ്പേറി താളത്തിൽ പോരാടിയോ. അമ്പേന്തി വില്ലേന്തി വാളേന്തിയോ തമ്പേറി താളത്തിൽ പോരാടിയോ. നിലവാട് നിന്ന നിരുവേദിമാർ തലവൈതറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്ന് ഉണ്ണിക്കരങ്ങിടുവാൻ ഇനിയ മണ്ണിന്റെ മാറത്തിടുന്നുള്ളു പറയുമാ. മാമാങ്കം തലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. മിക്ക സമയത്തും ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല പല സ്ഥലങ്ങൾ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ എവിടെയോ കണ്ടു പറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബ സംഗമമാണ് ഇതെന്ന് ആമുഖമായി അടുത്ത് പറയാം. ഇവിടെ 2 സഹോദരിമാരുടെ രചനകൾ റിലീസ് ചെയ്യപ്പെടുന്നൊരു സന്ദർഭമാണ്. എനിക്ക് പ്രിയമുള്ള പത്മിനിയും ലതയും സ്വന്തം സഹോദരിമാരുടെ പോലെ ആത്മബന്ധമുള്ളവരാണ്. ഞാനൊക്കെ നിക്കറിട്ട് നടക്കുന്ന മാറ്റത്തിൽ കോങ്ങാട്ടിലെ തറവാട്ടിൽ എൻ്റെ അമ്മ ജനിച്ചതിൻ്റെ തൊട്ടുകൊണ്ടാണ് ഈ കോങ്ങാട്ടിലെ പത്മിനിയുടെയും ലതികയുടെയൊക്കെ വീട്. അവരുടെ വീട്ടുമുറ്റത്തും വരാന്തയിൽ കളിച്ചു നടന്ന ഒരു വലിയ ബാല്യത്തിൻ്റെ വൈകാരികത വിളിക്കുമ്പോൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മുടെ
സഹോദരിമാർ, നമ്മുടെ പെങ്ങന്മാരെഴുതിയ പുസ്തകം അത് ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വൈകാരികത ആമുഖമായി. ചടങ്ങിലാണ് നിൽക്കുന്നതെങ്കിൽ അതങ്ങനെ തോന്നുന്നില്ല, മറിച്ചൊരു സ്നേഹസംഗമമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇവിടെ ആരംഭത്തിൽ തന്നെ കേരളത്തിന്റെ സംസ്കാരത്തെ പറ്റി പറഞ്ഞു, ഭാരതത്തിന്റെ സംസ്കാരമാണ് വിളക്ക് കത്തിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്, ആ സംസ്കാരത്തിൽ വലിയ തോതിൽ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ സത്വം അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒരു വലിയ സത്യത്തെ അല്ലെങ്കിൽ ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടി ആരംഭിച്ചത്, മുന്നോട്ട് പോകുന്നതെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. പത്മിനി ചേച്ചിയും ലതിക ചേച്ചിയും ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ എന്നെ വിളിച്ചു തോന്നുന്നു, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ജൂറിയായി 21 ദിവസം, ഒരു ദിവസം 5 സിനിമ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗീതാ മോഹനാണ് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് റെഫർ ചെയ്യുന്നതും ഈ പരിപാടിയുടെ ഭാഗമാകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഇന്റർസെക്സ് ആണെങ്കിലും മെയിലായിട്ടാണല്ലോ നമ്മുടെ ഇതിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ഫീമെയിൽ ആയിട്ടുള്ള ഒരാളാണെന്ന് വളരെ ഈസി ആയിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി തിരിച്ചുവിടും. ഷാർജ ഫെസ്റ്റിവൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഷാർജ ഫെസ്റ്റിവലിന്റെ എല്ലാ പുസ്തകവും പോകാറുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റാറില്ല. അത് ഒരു ഓക്സിമോറൺ ആയിട്ടാണ് ഇപ്പോഴും, ഒരു വൈരുദ്ധ്യമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ സന്തോഷം, കാരണം അതിനേക്കാൾ മികച്ച വേദികൾ ഇന്ത്യയിലും കേന്ദ്ര സാഹിത്യ അക്കാദമി ആകട്ടെ, കേരള സാഹിത്യ അക്കാദമി ആകട്ടെ, നിങ്ങളെ പോലുള്ള നല്ല വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരാകട്ടെ, നിങ്ങളൊക്കെ നൽകുന്ന വേദികളിൽ വരാനും രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താനും കവിത ചൊല്ലാനും ഒക്കെ ലഭിക്കുന്ന അവസരത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, പാട്ട് കേട്ടു, ഒരു രക്ഷയില്ല. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. അദ്ദേഹം ചോദിച്ചു എന്റെ കൂടെ പോരുന്നോ ചോദിച്ചു ഒരു പാട്ടില്. സമയമില്ല, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ വന്നേനെ, കാരണം മാസം 27 ദിവസവും അതിജീവനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓട്ടങ്ങളിലാണ്. എന്നിട്ട് അവരെ പീഡിപ്പിക്കുകയാണ് പോലീസ്, ഇടിച്ച് മാറ്റുകയാണ്. എന്തൊരു സന്തോഷമുള്ള കാര്യം അറിയാം. എന്റെ വീട്ടിലേക്ക് ഞാൻ ഇല്ലാത്തപ്പോ വന്നാൽ നിങ്ങൾക്ക് കാണാം, വീട്ടിൽ ഒരുപാട് വാഴകൾ നിൽക്കുന്നുണ്ട്. ആ വാഴയിലൊക്കെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, വേദനിപ്പിച്ച ഒരു മനുഷ്യനെ നമുക്ക് അവിടെ പോയി തല്ലാൻ പറ്റില്ല, കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേസ് ഒന്നും പ്രശ്നമായില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അദ്ദേഹത്തെ മനസ്സിലേക്ക് വിചാരിച്ചൊരു കമ്മെന്ന് പറയും, അതിങ്ങനെ തളിർത്ത് വരുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫേസ്ബുക്കില് വിജയരാജ മല്ലിക ഒരു വലിയ വാഴക്കൊലയുടെ നിൽക്കുന്നത്, ഷീല ചേച്ചി കുലച്ചു, രാമേട്ടൻ കുലച്ചു. നമ്മളെ കളിയാക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമ്മുടെ അവസരങ്ങൾ തട്ടി മാറ്റുന്ന മനുഷ്യരാണ് ഇവരൊക്കെ. അതങ്ങനെ കൊലച്ച് വരുമ്പോ രാമേട്ടൻ കുലച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് വിൽക്കുക, കാശ് മേടിക്കുക, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുമ്പോ പൊഴച്ചങ്ങ് കഴിക്കണം. നമ്മൾ ആ മനുഷ്യരോട് വെറുപ്പ് നമുക്ക് അതോടെ പോയി. ഇതെല്ലാ കാലത്തും വെക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത്തരം ആശയങ്ങളെയൊക്കെ സാഹിത്യത്തിലേക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്ന 2 കള്ളികളാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത്. സൂക്ഷിക്കണം, അവരെ വളരെ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, ചേച്ചി അടുത്ത പുസ്തകം എന്നാണ് വരുന്നത്. അവര് വെറുതെ വിടരുത്. അവർ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ, അതാണ് പത്മിനിയുടെ എഴുത്തിന്റെ ഭംഗി, അതാണ് അതിന്റെ സൗരഭം. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല, എൻ്റെ ഉള്ളവകളിലേക്ക് ഞാൻ പോയിട്ടില്ല. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇനിമ ഓരോ വായിച്ചാൽ. അടപ്പുറത്ത് പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് KS ചിത്ര ചേച്ചി പാടിയൊരു പാട്ടാണ്. ഞാൻ അതിൻ്റെ വരികളും ഈണവും എൻ്റെ ആയിരുന്നു. ഒരാൾ മാത്രമൊരുങ്ങുന്ന വെയിലാണിത്, ഒരാളിലായി പെയ്യുന്ന മഴയാണിത്, പല നാളിലിങ്ങനെ കണ്ണട്ടു കാത്തതിന്നറുതിയിൽ വഴിയുന്ന നനവാണിത്, മഴയാണിത്. ഒരാൾ മാത്രമൊരുങ്ങുന്ന വെയിലാണിത്,
അലസമായൊഴുകുന്ന പുഴയാണിത്, കാലമറിയാതെ അലിയുന്ന ശിലയാണിത്. അലസമായൊഴുകുന്ന പുഴയാണിത്, കാലമറിയാതെ അലിയുന്ന ശിലയാണിത്. ഒടുവിലി തീരത്തടിയും മണലിലെ ഒരു തരി നീറുന്ന നോവാണിത്. ഒരാൾ മാത്രമുരുകുന്ന വീലാണിത്. കാത്തിരിപ്പിൻ നീണ്ട കടവാണിത്, കാത്തു കണ്ണീരുണങ്ങിയ കവിളാണിത്. കാത്തിരിപ്പിൻ നീണ്ട കടവാണിത്, കാത്തു കണ്ണീരുണങ്ങിയ കവിളാണിത്. കളിയായി മൊഴിഞ്ഞതും വിടയായി പറഞ്ഞതും കടലായി ഒളിപ്പിച്ച കരളാണിത്. ഒരാൾ മാത്രമൊരുങ്ങുന്ന വീലാണിത്. ഒരാളിലായി പെയ്യുന്ന മഴയാണിത്. പല നാളിലിങ്ങനെ കണ്ണട്ടു കാത്തതിന്നറുതിയിൽ വഴിയുന്ന നനവാണിത്. മഴയാണിത്. ഒരാൾ മാത്രമൊരുങ്ങുന്ന വീലാണിത്. താമര കണ്ണന്റെ തൃപ്പാദം കണി കാണാൻ കഴിഞ്ഞെങ്കിലോ ഗുരുവായൂർമേവുന്ന താമര കണ്ണന്റെ തൃപ്പാദം കണി കാണാൻ കഴിഞ്ഞെങ്കിലോ എങ്കിലും ജീവിതം ധന്യമായി തീർന്നിടും. എന്നും നിൻ പാദങ്ങൾ നമസ്കരിക്കാം. എന്നും നിൻ പാദങ്ങൾ നമസ്കരിക്കാം. ഗുരുവായൂർമേവുന്ന താമര കണ്ണന്റെ തൃപ്പാദം കണി കാണാൻ കഴിഞ്ഞെങ്കിലോ തെറ്റുകളേതാനും ചെയ്തുവെന്നാകിലും മാപ്പൊലിക്കേ പതിയെ പതിയെ ഞാൻ പ്രഭ ചൊരിഞ്ഞെത്തിടാമെന്നോ പുലരുന്ന നേരത്ത് മറയുന്ന താരകം കളിയാൽ ചൊല്ലിയതെന്തേ ഇരുളുന്ന വേളയിൽ പതിവായി ഞാനെന്നും വിളിച്ചെത്തിടാമെന്നോ മന്ദഹാസം ചൊരിഞ്ഞന്നേരം വെൺമുകിൽ അരുമയാൽ ചൊല്ലിയതെന്തേ ആരുമില്ലെങ്കിലും ഞാനില്ലേ എപ്പോഴും എന്തേ നീ എന്നെ മറന്നു പോയോ ആരുമില്ലെങ്കിലും ഞാൻ പുസ്തകം ഏറ്റുവാങ്ങിയ വല്യേച്ചി പിന്നെ എൻ്റെ അമ്മായി ഒരമ്മായി മരിച്ചുപോയി. ആ അമ്മായിയാണ് നീ എഴുത് നീ മറ്റൊരു അയച്ചു കൊടുക്കും, മനോരമയ്ക്ക് അയക്കും, മാതൃഭൂമിക്ക് അയക്കും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഇപ്പം വന്നിരുന്ന കോളേജിൽ നിന്ന് വന്നിരുന്ന കുറച്ച് കൂട്ടുകാരും മാത്രമാണ് ഞാൻ എഴുതിയിരുന്നത് വായിച്ചിട്ടുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു നോവൽ എഴുതിയിരുന്നു. അതിപ്പോൾ എവിടെ കിടക്കണമെന്ന് എനിക്കറിയില്ല. ഒരു 10-32 അധ്യായത്തിന് മേലെ ഉണ്ടായിരുന്നു.
പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഞാൻ എഴുതിയിടും, അവിടെ എഴുതിയിടും. ചിലപ്പോൾ ടിഷ്യൂ പേപ്പർ കിട്ടാൻ അതിലായിരിക്കും എഴുതുക. മാറത്തു കൂമ്പുന്ന കാലം കാരുണ്യമൊട്ടുകൾ മാറത്തു കൂമ്പുന്ന കാലം ആവണി ചുറ്റുന്നതേ